ഈയിടെ ഒരു മനുഷ്യനെ ഞാൻ പരിചയപ്പെട്ടു. അദ്ദേഹം ഒരു മുസ്ലിം മതവിശ്വാസിയാണ്. അദ്ദേഹം 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 12ാമത്തെ വയസ്സിൽ ഒരു പുതിയ നിയമം ബൈബിള് സ്കൂളിൽ വെച്ച് ആരോ കൊടുത്തു. അദ്ദേഹം എന്താണ് ബൈബിൾ എന്തോ വെറുതെ ഒരു കിട്ടിയ പുസ്തകമല്ലേ എന്ന് വെച്ചിട്ട് അവർക്ക് അതെന്താണ് നിഷിദ്ധമാണെങ്കിലും താൻ എന്താണ് എവിടേക്കോ അല്പനേരം വായിച്ചിട്ട് അത് എടുത്ത് ദൂരെ കളഞ്ഞു തൂട്ടിക്കളഞ്ഞെന്ന് തന്നെ പറയാം. അയാള് പറഞ്ഞ സാക്ഷ്യമാണ്. എന്നിട്ട് താൻ എന്താണ് യൗവനക്കാരനായിട്ട് ഡൽഹി, ബോംബെ, മദ്രാസ് ഇവിടങ്ങളിലൊക്കെ ചുറ്റി സഞ്ചരിച്ച് ഈ ലോകത്തിലെ സകല ചതികളും വഞ്ചനകളിലും പെട്ട് അല്ലെങ്കിൽ തന്നെ അഹങ്കാരത്തോടെ ഗുണ്ട കളിച്ച് മറ്റുള്ളവരെ തല്ലിയും ഒടുക്കിയും അഹങ്കാരത്തോട് നടന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു സാക്ഷ്യമുണ്ട്, പാപം ചെയ്യുന്തോറും ജീവിതത്തിനോട് വിരക്തി തോന്നും. പാപം ചെയ്യുന്നവരും എന്താണ് മരണം എങ്ങനെയെങ്കിലും ചത്താൻ മതിയെന്നുള്ള ബോധത്തിലേക്ക് വരും. താനും തന്നോട് കൂടെ ഇങ്ങനെ ജീവിച്ച ഒരു സഹോദരനും കൂടെ കോട്ടയത്തേക്ക് മടങ്ങി വന്നു. എന്നിട്ട് എന്താണ് കോട്ടയംകാരനാണ് അദ്ദേഹം അവിടെ റെയിൽവേ ട്രാക്കിൽ തല വെച്ചു എന്നാണ് മരിക്കാൻ വേണ്ടിയിട്ട്. രണ്ടുപേരും ഒരു റെയിൽവേ ട്രാക്കിന്റെ അപ്പുറവും ഇപ്പുറമായിട്ട് തല ചായച്ചു. എന്നാൽ എന്താണ് തന്റെ മറ്റേ സ്നേഹിതൻ പറഞ്ഞാ, മോനെ നീ ഒരിക്കലും കണ്ണ് തുറക്കല്ല, കണ്ണ് ഇറുക്കി അടച്ചോണം, അല്ലെങ്കിൽ നമ്മൾ ഭയന്ന് നമ്മുടെ ഉദ്യമം പാഴായി പോകുമെന്ന് പറഞ്ഞു. അദ്ദേഹം അത് വിശ്വസിച്ച് കണ്ണുകളൊക്കെ ഇറുക്കി അടച്ചിങ്ങനെ കിടക്കുകയാണ്. ആ റെയിൽവേ ട്രാക്കിൽ ട്രെയിനിന്റെ സൗണ്ട് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. പെട്ടെന്ന് 12ാമത്തെ വയസ്സിൽ, ഇന്ന് അയാൾക്ക് 40 വയസ്സോളം ഉണ്ട്, 12ാമത്തെ വയസ്സിൽ താൻ വായിച്ച ബൈബിളിൽ ഒരു വചനം ഹൃദയത്തിൽ നിന്ന് ആരോ മന്ത്രിക്കുന്ന പോലെ തോന്നി. ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ? മുസ്ലിം സഹോദരനായിരിക്കുന്ന അദ്ദേഹം പെട്ടെന്ന് എന്താണ് ചാടി എഴുന്നേറ്റു. ആരോ തന്നോട് സംസാരിച്ചല്ലോ. അപ്പോഴെന്താണ് കണ്ണു തുറന്നു നോക്കിയപ്പോൾ തന്റെ കൂടെ റെയിൽവേ ട്രാക്കിൽ തല വെച്ച സ്നേഹിതനെ കണ്ടില്ല. അദ്ദേഹം എന്താണ് ഇവനെ വഞ്ചിച്ച് മരണമില്ലാതെ ഇവനെ വഞ്ചിച്ചിട്ട് കടന്നു കളഞ്ഞിരുന്നു. ആ വചനം അവന്റെ ഹൃദയത്തിൽ ആഴമായിട്ട് പതിച്ചു. 12ാമത്തെ വയസ്സിൽ കേട്ട ഈ വചനം, വായിച്ച ഈ വചനം 40ാമത്തെ വയസ്സിൽ ഈ റെയിൽവേ ട്രാക്കിൽ ആത്മഹത്യ ചെയ്യാൻ കടന്നപ്പോൾ തന്റെ ഹൃദയത്തിലേക്ക് ദൈവത്തിന്റെ സ്വരമായിട്ട് വന്നു. അവൻ അവിടെ എഴുന്നേറ്റു, മാനസാന്തരപ്പെട്ട് പ്രിയപ്പെട്ടവരെ, അവൻ യേശുക്രിസ്തുവിന് വേണ്ടി തന്റെ ജീവിതം സമർപ്പിച്ചു. ഇവൻ തന്നെ സത്യദൈവമെന്നും നിത്യജീവനെന്നും അംഗീകരിച്ച് അവന് മാത്രമേ എന്റെ പാപങ്ങളെ കഴുകി എന്നെ ശുദ്ധീകരിച്ച് നിർമ്മലീകരിക്കാൻ കഴിയത്തുള്ളൂ എന്ന് വിശ്വസിച്ചുകൊണ്ട് അവനെന്താണ് ആ യേശുക്രിസ്തുവിനെ കൂടുതൽ അന്വേഷിക്കുകയും അവനത് കണ്ടെത്തുകയും ചെയ്തു. കർത്താവ് പറഞ്ഞു, അന്വേഷിപ്പിൻ, എന്നാൽ നിങ്ങൾ അത് കണ്ടെത്തും. ഇന്ന് അദ്ദേഹം ഈ കേരളത്തിലെ ഒരു അറിയപ്പെടുന്ന നല്ലൊരു സുവിശേഷകനായിട്ട് അനേക പാപികളെ, മദ്യപാനികളെ, എന്താണ് നശിച്ചു പോകുന്ന അനേക ആത്മാക്കളെ യേശുക്രിസ്തുവിന്റെ ദൈവസ്നേഹം ഘോഷിച്ച് അവൻ എന്താണ് ദൈവത്തിലേക്ക് അവരെ കൊണ്ടുവന്ന് ജീവിത മാർഗത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ്.